Welcome to my channel. So we are in the lesson solutions. Already we have discussed the important topics like the basic concepts in the first two videos, and then we discussed about the numerical problems. So today we are moving with a very simple topic, that is solubility. Though it's a very simple topic, usually 1 to 2 mark questions can be asked from this area. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോളൂ, എന്താണ് സോളിബിലിറ്റി? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ അതൊന്ന് പോയിന്റ് വൈസ് ആക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിയും. വാട്ട് ഈസ് മെൻ ബൈ സോളിബിലിറ്റി? ഈ സോളിബിലിറ്റി എന്ന കോൺസെപ്റ്റ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിക്കുന്നതാണ് അല്ലേ. സോ സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി maximum amount that can be dissolved in a specified amount of solvent at a particular temperature. വളരെ ഇമ്പോർട്ടൻ്റ് ഇതിൽ ഓരോ ടേംസും, അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം, അതായത് ഒരു സബ്സ്റ്റൻസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുകയാണ്, ഇതാണ് ആ സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി. ദ സോളിബിലിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് ഇസ് ദിസ് മച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ദ മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ സ്പെസിഫൈഡ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, സ്പെസിഫൈഡ് amount of a solvent at a specified temperature. ഇതാണ് സോളിബിലിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉപ്പെടുത്തിട്ട് ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തു, ഒരു ഗ്ലാസ്, സെയിം ഗ്ലാസ് വെള്ളത്തിൽ സെയിം ഗ്ലാസ് ഓഫ് 2 ഗ്ലാസ് എടുത്തു. അതിൽ ഒന്നിൽ 500 ml ആണ്, മറ്റേതിലും 500 ml ആണ് വാട്ടർ. വേണ്ട, നമുക്ക് ഏറ്റവും സിമ്പിളായി 10 ml എടുത്തു. ഒന്നിൽ നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ 10 ml ഉള്ള ഗ്ലാസ്സിൽ ഞാൻ 1 സ്പൂണും രണ്ടാമത്തെ 10 ml ഗ്ലാസ്സിൽ ഒരു 3 സ്പൂൺസും ഇട്ടാൽ രണ്ടിൻ്റെയും സോളിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം ടെമ്പറേച്ചറിൽ ഈ 10 ml ഒരു സ്പൂൺ ഇട്ടത് പെട്ടെന്ന് ഡിസോൾവ് ആവും. പക്ഷേ ഈ 10 ml നമ്മൾ 3 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡിസൊല്യൂഷൻ റേറ്റ് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കൂടുതൽ ടൈം ഇളക്കുന്നതിന് ജസ്റ്റ് വി ഹാവ് ടു സ്റ്റിർ ഇറ്റ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു, നമ്മൾ ആ ഒരു നേച്ചർ മാറി. അപ്പം ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ആ ടെമ്പറേച്ചറിൽ എത്ര ഡിസോൾവ് ആവും, അതാണ് അതിൻ്റെ സോളിബിലിറ്റി. അപ്പം ഇനി സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻസ്, അതും നമുക്കറിയുന്ന കാര്യമാണ്. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഓൺ ദ സോളിബിലിറ്റി ഡിപ്പെൻസ് അപ്പോൺ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു തരാം. അപ്പം ഇതൊക്കെയാണ് സോളിബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിൻലി 2 ടൈപ്സ് ഓഫ് സോളിബിലിറ്റി ഉണ്ട്. സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആൻഡ് സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇൻ ദിസ് സൊല്യൂഷൻ. അവിടെ നമുക്കൊരു ലോ ഒക്കെ വരുന്നുണ്ട്, അത് എപ്പോഴും ചോദിക്കുന്ന ലോ ആണ്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കുഞ്ഞു കാര്യമാണ് എടുക്കുന്നത്, ദ സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്. ദോ ഇറ്റ് ഇസ് എ സ്മോൾ ടോപ്പിക്, 1 mark indirect questions can be asked from this area. അപ്പം എന്താണ് സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്? ഏറ്റവും സിമ്പിൾ, ദ സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സോളിഡും ലിക്വിഡും പഠിച്ചിരിക്കുന്നത് വെള്ളവും ഉപ്പോ അല്ലെങ്കിൽ വെള്ളവും ഷുഗർ, ഇതാലോചിക്കുക. വാട്ടർ ആൻഡ് ഷുഗർ, വാട്ടർ ഓഫ് ദ സോളിഡ്, ഇറ്റ് വിൽ ബി മോർ ഈസി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ദ സോളിബിലിറ്റി ഓഫ് എ സോളിഡ്സ് ഇൻ ലിക്വിഡ് വേരി ഗ്രേറ്റ്ലി വിത്ത് ദ നേച്ചർ ഓഫ് ദ സോളിഡ് ആൻഡ് ലിക്വിഡ്. അതായത് ഇടുന്ന ഉപ്പിൻ്റെതും, ഉപ്പല്ല, ഏതാണോ എടുക്കുന്ന സോളിഡ് അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ലിക്വിഡിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ദി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ടു എ മച്ച് ലെക്സർ എക്സ്റ്റെൻറ്റ് ടു ദി പ്രഷർ ഓഫ് ദി സിസ്റ്റം. യൂഷ്വലി സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിൽ പ്രഷറിൻ്റെ എഫക്റ്റ് കുറവാണ്. എവിടെയാണ് പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? നമ്മൾ അടുത്ത പഠിക്കുന്ന ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൽ പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ സോളിഡ് ഇൻ ലിക്വിഡിൽ മെയിൻലി എഫക്റ്റ് ചെയ്യുക നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെൻറ്റ് ആൻഡ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സോൾവെൻറ്റ്. അതാണ് മെയിൻലി നമ്മൾ സോളിഡ് പഠിക്കുന്നത് കൊണ്ടാണ് ടെമ്പറേച്ചർ ഓഫ് ദ സോൾവെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഡിസൊല്യൂഷൻ, വാട്ട് ഈസ് മെൻ ബൈ ക്രിസ്റ്റലൈസേഷൻ, വാട്ട് ഈസ് മെൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, വാട്ട് ഈസ് മെൻ ബൈ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഡിസൊല്യൂഷൻ? ഡിസൊല്യൂട്ട് നമുക്കറിയാം, വെള്ളത്തിൽ സോൾട്ട് അലിയുന്ന ആ പ്രോസസ്സിനാണ് ഡിസൊല്യൂഷൻ. പക്ഷേ അത് നമ്മൾ പേപ്പറിൽ എഴുതണമല്ലോ. അപ്പം എന്താണ് ഡിസൊല്യൂഷൻ? വെൻ എ സോളിഡ്, അതായത് സൊല്യൂട്ട്, ഇവിടെ നമ്മുടെ സോളിഡ് ഇൻ ലിക്വിഡ് ആണല്ലോ പഠിക്കുന്നത്. വെൻ എ സോളിഡ് ഇസ് ആഡഡ് ടു എ സോൾവെന്റ്, ദ സൊല്യൂട്ട് ഡിസോൾവ്. എന്തുകൊണ്ടാണ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് പാർട്ടിക്കിൾ, നമുക്കറിയാം എല്ലാ സൊല്യൂട്ടിലും പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് പറഞ്ഞാൽ അതിൽ ആറ്റംസ് ആണ്, ഇവർ മൂവ് ചെയ്യുന്നുണ്ടാവും, കൊളൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. സോ വെൻ എ സോളിഡ് ഇസ് ആഡഡ് ടു ദ സോൾവെന്റ്, ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ബിക്കോസ് ഇറ്റ്സ് പാർട്ടിക്കിൾ ഗോ ഇൻ ടു ദ ലിക്വിഡ്. അതിലെ പാർട്ടിക്കിൾസ് ലിക്വിഡിലേക്ക് പോവുകയും
and its concentration in the solution increases. അതായത് അതിൻ്റെ എമൗണ്ട് ആ സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ. ഇതാണ് ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, നമ്മൾ ഉപ്പിനെടുത്തിട്ട് വെള്ളത്തിൽ കലക്കുന്നു, ഇതാണ് ഡിസൊല്യൂഷൻ. അപ്പോൾ അതെന്താ ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, when a solid is added to the solvent, the solute dissolves because its particles go into the liquid and the concentration of the liquid increases. ആ ലിക്വിഡിൽ ആ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് കോൺസെപ്റ്റ്, വാട്ട് ഇസ് മെൻ ബൈ ക്രിസ്റ്റലൈസേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കൂ. അതായത് ഒരു സബ്സ്റ്റൻസിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മൾ ഡിസൊല്യൂഷൻ അല്ലേ പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്റ്റൽസ് തിരിച്ചു വരിക, ആ പ്രോസസ്സിനാണ് ക്രിസ്റ്റലൈസേഷൻ. അതന്നെയാണ് പറയാൻ പോകുന്നത്. സം solute particles in solution collide with the solid solute particle and get precipitated out. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ കലക്കുകയാണ്. ഉപ്പിട്ട് കലക്കണ സമയത്ത് ഉപ്പിലെ പാർട്ടിക്കിൾസ്, അതായത് ഉപ്പ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് സോൾട്ട് പാർട്ടിക്കിൾസ്, ഗെറ്റ് ഇൻ ടു ദ ലിക്വിഡ് ആൻഡ് ദേ ഇൻറ്ററാക്ട് ആൻഡ് ദേ ഫോം ഡിസൊല്യൂഷൻ. നമ്മൾ ഈ സ്റ്റിർ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് വാട്ട് ഹാപ്പൻ, ഇതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ്, അതായത് ഓൾറെഡി ഡിസോൾവ് ചെയ്ത പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് സം പാർട്ടിക്കിൾസ് ഗെറ്റ് ഔട്ട്. അവരെന്ത് ചെയ്യും? ആ ലിക്വിഡിന് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക്, അയ്യോ ഞാൻ കാണാറില്ലല്ലോ, നമ്മളത് കാണാറില്ല. ഇറ്റ്സ് എന്താണ്, മോളിക്യുലാർ ലെവൽ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ നമ്മളിങ്ങനെ, അയ്യോ ഞാൻ കണ്ടില്ലല്ലോ ഇന്ന് വരെ, ഞാൻ കലക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ റെസിഡ്യൂസ് ആയിട്ട് ബാക്കി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇത് കുറച്ച് നമ്മളിങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണ സമയത്ത് അവർ തിരിച്ച് പ്രസിപ്പിറ്റ് ഔട്ട് ചെയ്യും, അത് തിരിച്ചിങ്ങോട്ട് വരും. അതിനാണ് ക്രിസ്റ്റലൈസേഷൻ. ദിസ് ഇസ് എ പ്രോസസ് വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മോളിക്യുലാർ ലെവൽ. അപ്പോൾ അതൊരു മോളിക്യുലാർ ലെവലിൽ ആ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ ക്രിസ്റ്റലൈസേഷനും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ക്രിസ്റ്റലൈസേഷൻ്റെ പ്രോസസ്സ് സ്പീഡപ്പ് ഉണ്ടാവില്ല, ഡിസൊല്യൂഷൻ ആയിരിക്കും അവിടെ സ്പീഡായിട്ട് നടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് സോൾട്ടും ഷുഗറും ആ ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകുന്നത്. ബട്ട് ദിസ് പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇസ് ഓൾസോ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മോളിക്യുലാർ ലെവൽ. So some solute particles in solution collide with one another or with a solid solute particle and get precipitated out. This process is called as crystallization. So we can ask like a 2-mark question, what is meant by dissolution and what is meant by crystallization? Clear? The process of dissolution continues until the solution attain a certain maximum concentration. ഇപ്പം ഞാൻ പറയാം, ഒരു 20 ml വാട്ടർ എടുത്തു, ഞാനൊരു സ്പൂണ് സോൾട്ട് ഇട്ടു, ഇളക്കിക്കൊണ്ടേ നിന്നു, ഡിസോൾവ് ആയി. വീണ്ടും ഒരു സോൾട്ട് ഇട്ടു, ഐ ജസ്റ്റ് ഫോർ സ്റ്റിറിങ്, ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഡിസോൾവ്. പിന്നെ ഞാൻ ഇട്ടു, ചെയ്ത് നോക്കൂ കേട്ടോ, ഇന്ന് തന്നെ കിച്ചണിൽ പോയിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളം എടുത്തിട്ട് കുറച്ച് ഇട്ട് നോക്കൂ. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വി ക്യാൻ സീ ദാറ്റ് ദ സൊല്യൂഷനിലെ ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. കാരണം നേരത്തെ ഉപ്പിട്ട് വേഗം ജസ്റ്റ് സ്റ്റിർ ചെയ്തപ്പോൾ അത് വേഗം ഡിസോൾവ് ആയിട്ടുണ്ട്. പക്ഷേ പിന്നെയുള്ള പ്രോസസ്സിൽ കുറയാൻ തുടങ്ങി. That is, the process of dissolution continues until the solution attain a certain maximum concentration. അതായത് വെള്ളത്തിൽ ഉപ്പിടുന്നതിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ വെള്ളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് അതായത് അത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പം ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, ഞാൻ സെയിം എമൗണ്ട് ഓഫ് വെള്ളമാണ് എടുക്കാൻ പറയുന്നത്. സോ ഇത് നമ്മൾ കുഞ്ഞമ്മ മുതൽ പഠിച്ച കാര്യമാണ്. A solution in which more solute can be dissolved at the same temperature is called as unsaturated solution. Next question, what is meant by unsaturated solution? Unsaturated അതിൽ ഇനിയും ആഡ് ചെയ്യാം, അതാണ് unsaturated. That means an unsaturated solutions are those solutions in which more and more solute can be added at that temperature, അതായത് ഒരു particular temperature. അപ്പം a solution in which more solute can be dissolved at the same temperature. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 20 ml വെള്ളം എടുക്കുക, അതിൽ ആദ്യം ഒരു സ്പൂൺ ഇട്ടോ, 2 സ്പൂൺ ഇട്ടോ, 3 സ്പൂൺ ഇട്ടോ, 4 സ്പൂൺ ഇട്ടോ, 4ാമത്തെ സ്പൂൺ സോൾട്ട് ഇടുമ്പോഴത്തേക്ക് വി വിൽ ഫീൽ ദാറ്റ് ദ സൊല്യൂട്ട് ഇസ് നോട്ട് ഗെറ്റിംഗ് ഡിസോൾവ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്നാൽ ഞാൻ ചൂടാക്കിയാൽ വീണ്ടും ഡിസൊല്യൂഷൻ കൂടും. അപ്പം അതല്ല പറഞ്ഞത്, സെയിം ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡിനെ മാക്സിമം എമൗണ്ട് ഓഫ് ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും, വീണ്ടും സൊല്യൂഷന് നമ്മൾ അലിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും പറയും. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഇസ് കോൾഡ് അൺസാച്ചുറേറ്റഡ്. അതുകൊണ്ടാണ് സെയിം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഡിസൊല്യൂഷൻ റേറ്റും മാറും. അതായത് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു 10 ml നോർമൽ വാട്ടർ എടുക്കുക, നമ്മുടെ വീട്ടിലുള്ള ഒരു 10 ml ഐസ് കോൾഡ് വാട്ടർ, അതായത് റെഫ്രിജറേറ്ററിൽ നിന്ന് ഒരു വാട്ടർ എടുക്കുക,
ഒരു 10 ml നല്ല ചൂട് വെള്ളം എടുക്കുക, സെയിം എമൗണ്ട് ഓഫ് സോൾട്ട് മൂന്നിലും ആഡ് ചെയ്യുക. വി ക്യാൻ സീ ദാറ്റ് ദ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ എടുത്തോ, കുറേ നേരമല്ല സോൾട്ട് ഉണ്ടെങ്കിൽ ഷുഗർ എടുക്കാം. ഷുഗർ ഇടുന്ന സമയത്ത് ദ ഷുഗർ ഡിസൊല്യൂട്ട് ഓർ ഡിസൊല്യൂഷൻ വിൽ ബി മോർ ഇൻ ദ ഹോട്ട് വാട്ടർ. സെയിം വെള്ളം സെയിം എമൗണ്ട്, പക്ഷേ ഇവിടെ ഡിസൊല്യൂഷൻ ആർക്ക് കൂടും? ഹോട്ടായിട്ടുള്ള വാട്ടർ. ദെൻ ദ ഡിസൊല്യൂഷൻ, പിന്നെ നോക്കുമ്പോൾ ഡിസൊല്യൂഷൻ കുറച്ചുള്ളത് ആർക്കാണ്? നോർമൽ വാട്ടറിന്. ഡിസൊല്യൂഷൻ റേറ്റ് കുറച്ച് കുറവ്, അതായത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യേണ്ടി വരേണ്ട ഒരാളാണ് ഐസ് കോൾഡ് വാട്ടർ. അപ്പോൾ അതെന്താണ്? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഡിസൊല്യൂഷൻ റേറ്റ് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഇസ് കോൾഡ് ആസ് ദി അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താ? ദ സൊല്യൂഷൻ ഇൻ വിച്ച് വി കനോട്ട് ആഡ് മോർ സൊല്യൂട്ട് ടു ഡിസോൾവ്, അതായത് ഒരു സൊല്യൂഷൻ അതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷനിലെത്തി. ഇനി അതിൽ എന്ത് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സൊല്യൂട്ട് അവിടെ കിടക്കും. ഇറ്റ് വോണ്ട് ഡിസോൾവ് എന്നല്ല, അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമുക്കതിൽ നമ്മുടെ പാർട്ടിക്കിൾസ് അവിടെ തന്നെ കാണാൻ പറ്റും. നമ്മളിനി എങ്ങനെയൊക്കെ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാലും എന്ത് നടക്കുന്നില്ല? അവിടെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടക്കണില്ല. അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. So at the saturated solution stage, അതായത് ഒരു സ്റ്റേജ് ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ് ഇൻ ടു ദ സൊല്യൂഷൻ, അതാണ് ഒരു സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻ ഇക്വിലിബ്രിയം ഗെറ്റ് എസ്റ്റാബ്ലിഷ്, വീണ്ടും പറയാൻ പോയി ഇക്വിലിബ്രിയം. നമുക്കറിയാം ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ഉണ്ട്. ആര് തമ്മിലാണ് ഇവിടെ? between the process of dissolution and crystallization. That is ഒരു saturated solution. A saturated solution എന്ന് പറഞ്ഞാൽ a solution in which no more solute can be added. In such a solution, there exists an equilibrium between the process of crystallization and the process of dissolution. അവിടെ ഒരു equilibrium exist ചെയ്യുന്നുണ്ട്. That is, the number of solute particles going into the solution will be equal to the number of solute particles separating out, and the state of dynamic equilibrium is established. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനിങ്ങനെ സോൾട്ട് ഇട്ടിട്ട് കലക്കുകയാണ്, സോൾട്ടോ ഷുഗറോ വാട്ട് എവർ ഇറ്റ് മേ ബി, വി ആർ ഡിസൊല്യൂട്ടിങ് ഇൻ ദ സൊല്യൂഷൻ. ഞാൻ അങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും സൊല്യൂഷൻ ഇടുന്നുണ്ട്, വീണ്ടും സോൾട്ട് ഇടുന്നുണ്ട്, സൊല്യൂഷൻ ആഡ് ചെയ്യുന്നില്ല, വീണ്ടും സോൾട്ട് ഇടുന്നുണ്ട്. ഈ പ്രോസസ്സ് ഇങ്ങനെ നടത്തി ഒരു സ്റ്റേജ് എത്തി, എനിക്കിനി ഇടുന്ന എന്താണ് ഷുഗർ ഡിസോൾവ് ചെയ്യുന്നില്ല. ആ പ്രോസസ്സിൽ ഒരിക്കലും വിചാരിക്കരുത് ഇട്ട ഷുഗറാണ് അവിടെ നിൽക്കുന്നത്. അല്ല, നമ്മൾ ഈ ഡിസൊല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നറിയോ? നമ്മൾ ഈ ഡിസൊല്യൂട്ട് ചെയ്യുമ്പം ഇവിടുന്ന് കുറച്ച് സൊല്യൂഷൻ അങ്ങോട്ടേക്ക് പോകും, അതായത് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ. അപ്പോൾ ആ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ് എന്തെയും ആ ഷുഗർ എന്തെയും അവർ കൊളാഡ് ചെയ്തിട്ട് അവർ തിരിച്ചു വരും. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിടുന്ന സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരിക്കലും നമ്മൾ ഇട്ട സോൾട്ട് അല്ല അല്ലെങ്കിൽ ഇട്ട ഷുഗർ അല്ല വെള്ളത്തിൽ നിൽക്കുന്നത്. സാച്ചുറേറ്റഡ് ആയൊരു സൊല്യൂഷനിൽ ഇടുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഓൾറെഡി സൊല്യൂഷനിൽ ഡിസോൾവ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അവർ കൊളൈഡ് ചെയ്തിട്ട് അവർ തിരിച്ച് ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പം ഇവിടെ കിടക്കുന്ന ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ ദർ എക്സിസ്റ്റ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി പ്രോസസ് ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ്സ് സൊല്യൂഷൻ, സൊല്യൂഷൻ ഗിവ്സ് ബാക്ക് സൊല്യൂട്ട് ആൻഡ് സോൾവ്. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. In saturated solution, the concentration of the solute in the solution will remain constant under the given condition, that is temperature and pressure. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അതല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ആ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇനി അതിൽ എന്തിട്ടാലും അത് ഡിസോൾവ് ആവാതെ കിടക്കും. അതാണ് സാച്ചുറേറ്റഡ്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിൽ ബി കോൺസ്റ്റൻറ്റ്. അതിലുള്ള എമൗണ്ട് സൊല്യൂഷനിലുള്ള എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും മാറരുത്, പ്രഷറും മാറരുത്. ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ വി ക്യാൻ ആഡ് മോർ. അപ്പോൾ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്താണ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ദാറ്റ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ വിൽ ബി കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ സോളബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ബൈ ദ സോൾവെൻറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ആസ് സോളബിലിറ്റി. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ സോളബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടർ. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു, ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം ഇതിൽ ട്വിസ്റ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ദ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ദ സോളബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്തൊക്കെയാണ്. നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദി സോൾവെൻറ്റ് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യം. പക്ഷേ ഇനി നമ്മൾ കുറച്ചുകൂടെ കെമിസ്ട്രിയിലെ കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെൻറ്റ്. സോ ദ സോളബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം നേച്ചർ ഓഫ് ദി സോൾവെൻറ്റ് എന്നുള്ളത്.
A solid dissolves in a liquid, that is a solvent, if the intermolecular interactions are similar in solute and the solvent. നമുക്കറിയാം പോളാർ സൊല്യൂഷൻ, അതായത് പോളാർ കോമ്പൗണ്ട്സ് പോളാർ സൊല്യൂഷനിലും നോൺ പോളാർ സബ്സ്റ്റൻസ് നോൺ പോളാർ സൊല്യൂഷനിലും ഡിസോൾവ്. എന്താ ഈ പോളാറും നോൺ പോളാറും? പൊളാരിറ്റി ഉള്ള സബ്സ്റ്റൻസ്, ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള സബ്സ്റ്റൻസ്. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, ഓൾറെഡി നമ്മൾ കുറേ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സോഡിയം ക്ലോറൈഡ് +1 ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. സോഡിയം ക്ലോറൈഡ് ഇറ്റ്സ് എ പോളാർ കോമ്പൗണ്ട്, അതിൽ Na+ഉം Cl- ഉണ്ട്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് റെഡിലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. അതിനനുസരിച്ചിട്ട് അതിനെ ഒരു ബെൻസീനിലോ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിലോ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഡിസോൾവ് റെഡിലി ആസ് ഇൻ വാട്ടർ. വെള്ളത്തിലെ പോലെ അത് ഡിസോൾവ് ചെയ്യത്തില്ല. അപ്പം അതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് സോളിഡ് ഡിസോൾവ്സ് ഇൻ എ ലിക്വിഡ്, ദാറ്റ് ഇസ് എൻ സോൾവെന്റ്, ഇഫ് ദ ഇന്റർമോളിക്കുലർ അവർ തമ്മിൽ, അതായത് സൊല്യൂട്ടും ലിക്വിഡും തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് സിമിലർ ആണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ നടക്കും. അയണിക് അല്ലെങ്കിൽ പോളാർ കോമ്പൗണ്ട്സ്, അതായത് ഫസ്റ്റ് വൺ നമ്മൾ പറയാം അയണിക് ഓർ പോളാർ കോമ്പൗണ്ട് ഡിസോൾവ് മോർ റെഡിലി ഇൻ പോളാർ സോൾവെന്റ്. അതായത് ഞാൻ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ നന്നായി ഡിസോൾവ് ചെയ്യും. ബട്ട് ഓൾമോസ്റ്റ് ഇൻസോളബിൾ ഇൻ നോൺ പോളാർ കോമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ ഈതർ പോലെയുള്ള നോൺ പോളാർ കോമ്പൗണ്ടിൽ പോളാർ കോമ്പൗണ്ട്സിൻ്റെ ഇൻറ്ററാക്ഷൻസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഡിസൊല്യൂഷൻ റേറ്റ് കുറവായിരിക്കും. ഇനി നോൺ പോളാർ അല്ലെങ്കിൽ കോവാലൻ്റ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു നാഫ്തലിൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ആർ സോളബിൾ. അവരെന്തിൽ സോളബിൾ ആയിരിക്കും? ഇപ്പം ബെൻസീനിലും കാർബൺ ടെട്രാക്ലോറൈഡിലും ഈതറിലൊക്കെ നോൺ പോളാർ കോമ്പൗണ്ട്സ് സോളബിൾ ആയിരിക്കും. ബട്ട് ദേ ആർ ലെസ് സോളബിൾ ഇൻ പോളാർ കോമ്പൗണ്ട്സ് ലൈക്ക് വാട്ടർ, ആൽക്കഹോൾ. അതിലൊന്നും അവരെന്തായിരിക്കില്ല, ഡിസോൾവ് ചെയ്യത്തില്ല. For example, common salt, that is sodium chloride and sugar, dissolve readily in water. Naphthalene and anthracene both are non-polar compounds. Non-polar compounds are not soluble in water. What readily dissolves in benzene. ഇനി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി ഒരു സിമ്പിളായിട്ട് പറഞ്ഞു. അതായത് ഷുഗർ ഞാൻ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ സോൾട്ട് നമ്മൾ വെള്ളത്തിലിട്ടാലും നോർമൽ വെള്ളത്തിലും ചൂട് വെള്ളത്തിലും രണ്ടിനും രണ്ട് ടൈപ്പ് ഓഫ് ഡെസൊല്യൂഷനാണ്. നോർമൽ വെള്ളത്തിലാകുമ്പോൾ ഡിസൊല്യൂഷൻ റേറ്റ് നമ്മൾ കുറച്ച് നന്നായി സ്റ്റിർ ചെയ്യണം, പക്ഷേ ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇനി നമ്മൾ കെമിസ്ട്രി, അതായത് ലാബോറട്ടറിയിലൊക്കെ പോകുമ്പോൾ ഇവരുടെ ഡിസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ചാൽ ചില സബ്സ്റ്റൻസിന് ചൂട് വേണം ഡിസോൾവ് ചെയ്യുക. അപ്പം നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്യണ സമയത്ത്, നിങ്ങൾ ലാബിലൊക്കെ പോണ സമയത്ത് നിങ്ങൾ കാണാം, നിങ്ങളിങ്ങനെ ചൂടാക്കിയും കൊണ്ടായിരിക്കും അതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. പക്ഷേ ചില സബ്സ്റ്റൻസിന് നമ്മൾ ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ ചിലപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് അതിലേക്കായിരിക്കും മിക്സിങ് നടക്കുക. എന്തുകൊണ്ടാണ്? ഇവർ എക്സോതെർമിക്ക് പുറത്തേക്ക് അവർ ചൂട് വിടും. ചൂട് പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഓരോ കോമ്പൗണ്ട്സിൻ്റെയും ഡിസൊല്യൂഷൻസ് പല റേറ്റിലായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. സോ temperature is a marked effect on the solubility of a solid in a solvent. The solubility may increase or decrease. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് കേസ് നടക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ചില സബ്സ്റ്റൻസിന് ഡിസൊല്യൂഷൻ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചില സബ്സ്റ്റൻസിനെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണ്ടി വരും ഡിസൊല്യൂഷൻ നടക്കുക. അതെന്തുകൊണ്ട്? അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കണം. അപ്പം അതിനാണ് നമ്മൾ ചില സബ്സ്റ്റൻസിന് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ഇറക്കി വെച്ച് ചെയ്യണം. The solubility may increase or decrease with rise in with temperature. It is observed that most of the ionic and molecular solids become more soluble at higher temperature. ഇപ്പം നമ്മൾ അയണിക്, നമ്മുടെ ഉപ്പ് പെട്ടെന്ന് സോളിബിൾ ആവുന്നത് ചൂടുള്ള ടെമ്പറേച്ചറിലാണ്. ബട്ട് ദർ ആർ മെനി കോമ്പൗണ്ട്സ് വിച്ച് ഡിസൊല്യൂഷൻ റിക്വയർസ് ലോ ടെമ്പറേച്ചർ. So the variation of solubility with temperature depends upon the enthalpy of the solution. വീണ്ടും വന്നില്ല എൻതാൽപ്പിക്ക്. എൻതാൽപ്പി പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഹീറ്റ് അല്ലേ, ഹീറ്റിൻ്റെ ആ സൊല്യൂഷൻ്റെ ഹീറ്റിൻ്റെ വേരിയേഷനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഡിസൊല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ solubility of a solute increases with increase in temperature. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാറ്റഗറി എന്താ? The solubility which increases with increase in temperature. The solubility of most substances such as sodium nitrite, NaNO3, ammonium chloride and potassium iodide increases with rise in temperature. ഇവരൊക്കെ എന്താണ്, നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചൂട് സോൾവെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ സോളിബിലിറ്റി കൂടും. This is because the dissolution process of these substances are endothermic. Endothermic എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ഹീറ്റ് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഡെൽറ്റ എച്ച് സൊല്യൂഷൻ, ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ഹീറ്റ്, ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് സൊല്യൂഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഡെൽറ്റ എച്ച് സൊല്യൂഷൻ, അതായത് എൻതാൽപ്പി ഓഫ് ദ സൊല്യൂഷൻ ഇസ് പോസിറ്റീവ്. എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് പ്ലസ് ഹീറ്റ് ഗിവ് സൊല്യൂഷൻ, അതായത് ഹീറ്റ് കൊടുക്കണം. പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ അത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഇറ്റ്സ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. Since these substances absorb heat on forming solution and therefore their solubility increases with increase in temperature. സബ്സ്റ്റൻസസിൻ്റെ സോളിബിലിറ്റി എങ്ങനെയായിരിക്കും? ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റൻസ് എന്തായിരിക്കും? they are exothermic or their dissolution process are exothermic. Exothermic എന്ന് പറഞ്ഞാൽ they will be liberating large amount of heat. അവർ ലിബറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? അവരെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യും. So the solubility of some substances like lithium sulfate, cerium sulfate, sodium carbonate monohydrate decreases with rise in temperature. ടെമ്പറേച്ചർ കൂട്ടി എന്ന് വിചാരിച്ചാൽ എന്ത് പറ്റും? നമ്മൾ ഒരിക്കലും വിചാരിക്കുക ഇവരുടെ ഡിസൊല്യൂഷൻ കൂടത്തില്ല. their dissolution decreases. This is because their dissolution process is exothermic. They are liberating heat. അവർ പുറത്തേക്ക് കൊടുക്കുകയാണ് ഹീറ്റ്. അപ്പോൾ അവർക്ക് വീണ്ടും അകത്തേക്ക് ഹീറ്റ് കൊടുത്താൽ എന്ത് പറ്റും? They don't require, they are liberating heat. So in this case, solute plus solvent gives solution plus heater, that is delta H solution is negative. Since this dissolved with evolution of heat, a decrease of solubility with temperature. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവരെ സോളിബിലിറ്റി കുറയും. അപ്പം നമ്മൾ ജനറലൈസ് ചെയ്യുക. If the solute dissolved with absorption of heat or if the dissolution process is endothermic, then the solubility increases with rise in temperature. അതൊക്കെ നമുക്ക് one word question ഒക്കെ ചോദിക്കാം. If the solute dissolved with evolution of heat, exothermic process, the solubility decreases with rise in temperature. Clear ആണോ? അടുത്തത് എഫക്റ്റ് ഓഫ് പ്രഷർ, ലാസ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ദി എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദി സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. ജനറലി വെരി സ്മോൾ, അവർക്ക് വലിയ എഫക്റ്റ് ഒന്നും കാണാറില്ല. This is because solids and liquids are highly incompressible and practically remain unaffected by changes in pressure. ഇതും ചോദിക്കാം. Why pressure has a less effect on the dissolution of solids in liquid? This is because the effect of pressure on solubility of solids in liquid is generally very small. This is because solids and liquids are highly incompressible. Incompressible ആണ് highly and practically remain unaffected by change in the pressure. ക്ലിയർ ആയോ? ഇത്രയും കാലം വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റൻസ് ഇതെന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, കാരണം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹെൻറീസ് ലോ ആണ് എടുക്കാനുള്ളത്, അതായത് അത് സോളിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. അപ്പം ഇത് ഇതിൻ്റെ കൂടെ എടുത്താണ്ടല്ലോ, ടോപ്പിക്ക് ബിഗ് നിങ്ങൾക്ക് മടിയോ. അപ്പോൾ നമുക്ക് അതും എടുക്കാം, അതിൻ്റെ കൂടെ പ്രാക്ടിക്കലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട് ഹെൻറീസിലുണ്ട്. അപ്പോൾ അതടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻസിൽ ചോദിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാം. easychemistryclass@gmail.com ചെയ്യാം. ഫേസ്ബുക്കിൽ നമുക്ക് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് ഉണ്ട്, ഇൻസ്റ്റയിലുണ്ട് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്. ഇതിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.